സ്കൂൾ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ യൂട്യൂബ് ചാനൽ ഉടമയെയും ജീവനക്കാരെയും ചോദ്യം ചെയ്യാനൊരുങ്ങി ക്രൈംബ്രാഞ്ച്. കോഴിക്കോട് കൊടുവള്ളിയിലെ MS സൊല്യൂഷൻസ് ചാനൽ ഉടമ ഷുഹൈബിനെയും ജീവനക്കാരെയുമാണ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരുടെയും സർക്കാർ അധ്യാപകരുടെയും പങ്കും അന്വേഷിക്കും. കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തത്. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ചോദ്യപേപ്പർ ചോർന്ന വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ ആദ്യം MS സൊല്യൂഷൻസിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരെയും ചോദ്യം ചെയ്യുമെന്നും അറിയാൻ കഴിയുന്നു. വിവരങ്ങൾ. തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ ആദ്യഘട്ട നടപടി എന്ന രീതിയിലാണ് ഈ സ്ഥാപന ഉടമയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് സംഘം എത്തിയിരിക്കുന്നത്. ഇന്ന് സ്ഥാപനത്തിലെ ജീവനക്കാരെയും സ്ഥാപന ഉടമയെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ ഈ CEO തന്നെ ഇന്നലെ ഈ യൂട്യൂബിൽ ഈ അടുത്ത പരീക്ഷയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ലൈവിൽ വന്നിരുന്നു. തുടർന്ന് തനിക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ നിഷേധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. 5 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു യോഗമൊക്കെ വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പുതിയ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെയും ശേഖരിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് ഇതിന്റെ വിശദീകരണം തേടും എന്നൊരു കാര്യം തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഉടൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ ഉടമയെ ചോദ്യം ചെയ്യുമെന്നൊരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. മാത്രമല്ല, ഈ വിരമിച്ച അധ്യാപകരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ചോദ്യപേപ്പർ ചോർന്നത് എങ്ങനെയാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സൈബർ സെല്ലിന്റെ സഹായവും ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സഹായം തേടും എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. നമുക്കറിയാം, പ്രത്യേകിച്ച് കുട്ടികൾ പരീക്ഷ എഴുതുന്ന, ഏറെ പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട്. അവരുടെയൊക്കെ തന്നെ ഭാവിയെ ഏറെ ആശയക്കുഴപ്പമാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നു. എന്തായാലും ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നിട്ടുള്ളത്. രോഹിണി. ശരി ദിസ്ന, ചോദ്യപേപ്പർ ചോർന്ന വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം MS സൊല്യൂഷൻസിലെ ജീവനക്കാരെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുടെയും മൊഴിയെടുക്കും. ചോദ്യം ചെയ്യൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.